പാലക്കാട് നഗരപരിധിയിൽ ആരോഗ്യരംഗത്ത് ആധുനികവൽക്കരണം നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ. നഗരപരിധിയിലെ ജനങ്ങളുടെ പ്രാഥമിക പരിരക്ഷ നഗരസഭ ഏറ്റെടുക്കുമെന്നും പുളക്കാട് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പി സ്മിതേഷ് വ്യക്തമാക്കി. നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ വിവിധ തലത്തിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുമെന്നും സ്മിതേഷ് പറഞ്ഞു. പാലക്കാട് നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാർ നിരവധി മേഖലകളിൽ സഹായം അനുവദിച്ചിട്ടുണ്ട്. നഗരപരിധിയിലെ കുടിവെള്ള വിതരണ പദ്ധതിയായ അമൃതം പദ്ധതി അനുവദിച്ചത് കേന്ദ്ര സർക്കാരാണ് പാലക്കാട് നഗരസഭയ്ക്ക് 9 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അനുവദിച്ചത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ടി ബേബി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബഷീർ പൂളക്കാട്, കൗൺസിലർമാരായ പ്രഭാകരൻ, എം ശശികുമാർ, ടി എസ് മീനാക്ഷി, സുനിൽ, മിനി കൃഷ്ണകുമാർ, മോഹൻ ബാബു, രാധാകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി ജസിത എന്നിവർ സംസാരിച്ചു. നമസ്കാരം, ഞാൻ ഡോക്ടർ സാന്ദ്ര, അർബൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ്. നമ്മുടെ പാലക്കാട് നഗരസഭൻ്റെ പരിധിയിൽ വരുന്ന 9ാമത്തെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് UHWC പുതുപ്പള്ളി സ്ട്രീറ്റ് പൂളക്കാട് എന്ന് പറഞ്ഞ പേരിൽ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ OP സേവനം എന്ന് പറയുന്നത് 1 മണി മുതൽ 7 മണി വരെയാണ് പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു മെഡിക്കൽ ഓഫീസറും 2 സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, പിന്നെ നമുക്ക് JHI ഉണ്ട്. അവർ നമുക്ക് ഇതിൻ്റെ മേൽ സ്ഥാപനമായ UPHC ഡയാറ സ്ട്രീറ്റിലാണ്, UPHC വെണ്ണക്കരയിലാണ് അവരുടെ ഹബ്ബായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഒരു DO അക്കൗണ്ടന്റ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ കംപ്ലീറ്റ് മോണിറ്ററിംഗ് വരുന്ന നാഷണൽ ഹെൽത്ത് മിഷനാണ്. ഫുൾ സപ്പോർട്ട് ബാക്ക് ബോണായിട്ട് നമ്മുടെ പാലക്കാട് നഗരസഭയാണ് കൊടുക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട എല്ലാ പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും നമ്മുടെ ലഭ്യമാണ്. 33ാം വാർഡിൽ ഇങ്ങനെ ഒരു അവസരം ചെയ്തു തന്ന ഞങ്ങളുടെ കൗൺസിലർ ബഷീറിനെ 1000 നന്ദി പറയണം. ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു, ഞങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.